ഹലോ, അപ്പോൾ നമ്മളിന്ന് 5ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന ശാസ്ത്രം എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായും വരുന്നൊരു ചോദ്യമാണ് വാങ്മയ ചിത്രം തയ്യാറാക്കാൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഗാന്ധിജിയുടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്, എന്നിട്ട് കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട്. ലളിതമായ വേഷം, സൗമ്യഭാവം, എന്നിട്ട് ബാക്കി നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ഒരുപക്ഷെ ഗാന്ധിജിയെ തന്നെ തരാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമുക്കിതുപോലെ ഒരു ചിത്രം തരാം കേട്ടോ. എന്നിട്ടിത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതിൻ്റെ ആൻസറാണ് വലത് കൈയിൽ സന്തത സഹചാരിയായ മുളവടി. അതായത് എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നതിനെയാണ് നമ്മൾ സന്തത സഹചാരി എന്ന് പറയുക. ഇടത് കൈയിൽ ഒരു കൊച്ചു ഭാണ്ഡം, ഉടുവസ്ത്രമായി സുപരിചിതമായ ഒറ്റമുണ്ട്, ചുണ്ടിൽ നനുത്ത പുഞ്ചിരി, കണ്ണുകളിൽ ദൃഢനിശ്ചയത്തിൻ്റെ ജ്വലനം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബാക്കി എന്തെഴുതാം? പിന്നീട് നമുക്ക് എന്തൊക്കെ കൂട്ടിച്ചേർക്കാം? ഗാന്ധിജി കണ്ണട വെച്ചിട്ടുണ്ടല്ലേ, അപ്പോൾ അതെഴുതാം. പിന്നെ എന്തൊക്കെയാണോ നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് അതെല്ലാം ചേർത്ത് എഴുതണം കേട്ടോ. ഇനി മറ്റൊരു ചോദ്യം നോക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിൽ നമുക്ക് ആരെയാണ് തന്നിട്ടുള്ളത്? നെഹ്റുവിനെയാണല്ലേ തന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? റോസാപ്പൂ ഉണ്ടാവും അല്ലേ, നെഹ്റുവിൻ്റെ പോക്കറ്റിൽ എപ്പോഴും റോസാപ്പൂ ഉണ്ടാവും. പിന്നെ തൊപ്പി ഉണ്ടാവും, തലയിൽ തൊപ്പി ഉണ്ടാവും, പിന്നെ ഒരു വെളുത്ത ഡ്രസ്സായിരിക്കും അല്ലേ. അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മനസ്സിലായില്ലേ? നമുക്ക് ആരെ വേണമെങ്കിലും ക്വസ്റ്റ്യനിൽ തരാം കേട്ടോ. നെഹ്റുവിനെ തരാം, അല്ലെങ്കിൽ ഗാന്ധിജിയെ തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള മറ്റാരെങ്കിലും കുറിച്ച് ഒരു വാങ്മയ ചിത്രം തയ്യാറാക്കാനുള്ള ഒരു ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. മറ്റൊരു ചോദ്യം ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇതുപോലെ എല്ലാ സൂചനകളും തരും, നിങ്ങളത് കൂട്ടിച്ചേർത്ത് എഴുതിയാൽ മാത്രം മതി. ഇത് അക്കിത്തത്തിൻ്റെയാണ് നമ്മൾ എഴുതേണ്ടത്. നമ്മളെങ്ങനെ എഴുതുക? ഇവിടെ ജനിച്ച വർഷമൊക്കെ കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങളും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? 1926 മാർച്ച് 18 പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂരിലാണ് അച്യുതൻ നമ്പൂതിരി ജനിച്ചത് അല്ലേ. ഇനി പ്രധാനപ്പെട്ട മാസികയായിരുന്നു ഉണ്ണി നമ്പൂതിരി. 20ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം, വെണ്ണക്കല്ലിൻ്റെ കഥ, സ്പർശമണികൾ, ബലിദർശനം എന്നിവയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. 1947 അദ്ദേഹം പാലിയം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. 2017 പത്മശ്രീയും 2019 ജ്ഞാനപീഠ പുരസ്കാരവും ലഭിച്ചു. പിന്നീട് നമുക്ക് എന്താണ് ചേർക്കാനുള്ളത്? ഇനി അദ്ദേഹത്തിൻ്റെ വരികളുണ്ടല്ലേ, അപ്പോൾ അതും കൂടെ കൂട്ടിച്ചേർത്ത് എഴുതിയാൽ മതി. എന്നിട്ട് നമുക്ക് എന്തെഴുതാം? ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വരികൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ വരികളും കൂട്ടിച്ചേർത്ത് എഴുതാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത്ര എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഫൈല് നമുക്ക് ജീവചരിത്രം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ സൂചനകളാണ് തന്നിട്ടുള്ളത് അല്ലേ. ഇനി അദ്ദേഹത്തിൻ്റെ ജീവചരിത്രക്കുറിപ്പാണ് തയ്യാറാക്കേണ്ടത്. ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് എല്ലാ പോയിൻറ്റ്സും വായിച്ച് നോക്കിയിട്ട് ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് എഴുതാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് ശ്രമിച്ച് നോക്കണം കേട്ടോ. ഇവിടെ ജനനം കൊടുത്തിട്ടുണ്ട് 1856 ഓഗസ്റ്റ് 20 തിരുവനന്തപുരത്തെ ചെമ്പഴന്തിയിൽ. അപ്പോൾ എങ്ങനെ എഴുതണം? അദ്ദേഹം ജനിച്ചത് 1856 ഓഗസ്റ്റ് 20 തിരുവനന്തപുരത്തെ ചെമ്പഴന്തിയിലായിരുന്നു അല്ലേ. പിന്നീടുള്ള കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതുപോലെ പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. നിങ്ങളത് കൂട്ടിച്ചേർത്ത് എഴുതി നോക്കണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു അഭിമുഖ ചോദ്യാവലി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം ഉണ്ടാവും. ഇതുപോലെ നിങ്ങൾക്ക് ബോക്സിൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. എന്തിനെക്കുറിച്ചാണ് തയ്യാറാക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ടൊരു സൂചന കൊടുത്തിട്ടുണ്ടാകും. ഇവിടെ എന്താണ്? കോമൺവെൽത്ത് ഗെയിംസിൽ ലോങ് ജമ്പിൽ 8.8 മീറ്റർ ദൂരം ചാടി വെള്ളി മെഡൽ നേടിയ മലയാളിയായ ശ്രീശങ്കറിനെ അറിയാമല്ലോ. നിങ്ങളുടെ വിദ്യാലയത്തിലെ കായിക മത്സരം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ ശ്രീശങ്കറുമായി അഭിമുഖം നടത്താൻ അവസരം ലഭിച്ചു എന്ന് കരുതുക. അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ ചോദിക്കാം? ഒരു 2 ചോദ്യം നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. എങ്ങനെ? ഓക്കെ, ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് മെഡൽ നേട്ടം. സ്വർണം പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ വെള്ളിയിൽ തൃപ്തനാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ നല്ല പിന്തുണ ലഭിച്ചു എന്നുള്ളൊരു സൂചന നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ.
അപ്പോൾ നമുക്ക് എന്ത് ചോദിക്കാം? എന്തെല്ലാം പ്രതിസന്ധികളായിരുന്നു നിങ്ങൾ നേരിട്ടത് എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം അല്ലേ? ഇങ്ങനെ ലക്ഷ്യസ്ഥാനത്തെത്താൻ വേണ്ടി നമ്മൾ ഓരോ കടമ്പകൾ കടന്നായിരിക്കുമല്ലോ എത്തുക. അപ്പോൾ നമുക്ക് അങ്ങനെ ചോദിക്കാം, എന്തെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് കടന്നു വന്നതെന്ന് വേണമെങ്കിൽ ചോദിക്കാം. പിന്നീട് നമുക്ക് എന്ത് ചോദിക്കാം? പരിശീലന സമയത്തെ ഒരു എക്സ്പീരിയൻസ് ചോദിക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ അതും നമുക്ക് ചോദിക്കാം. അപ്പോൾ നമുക്ക് പരിശീലന സമയത്തെ ഒരു നല്ല അനുഭവം പങ്കുവെക്കാൻ വേണ്ടി പറയാം അല്ലേ? പിന്നീട് നമുക്ക് ചോദിക്കാം, സ്പോർട്സിനോടുള്ള ഇഷ്ടം എപ്പോൾ മുതലാണ് തുടങ്ങിയതെന്ന് ചോദിക്കാം അല്ലേ? പിന്നെ അങ്ങനെ നമുക്ക് ഒരു 7 ചോദ്യമാണ് ഇവിടെ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള 7 ചോദ്യങ്ങൾ, ഇനി ബാക്കി ഒരു 4 ചോദ്യങ്ങൾ കൂടെ നമ്മൾ ഉണ്ടാക്കണം അല്ലേ? അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്, അഭിമുഖ ചോദ്യാവലി തയ്യാറാക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് ഉണ്ടാവും. അത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇനി നിങ്ങളുടെ സുഹൃത്തിന് ഒരു കത്ത് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? സ്ഥലം എവിടെയാണെന്നുള്ളത് എഴുതണം അല്ലേ? പിന്നീട് ഡേറ്റ് എഴുതണം. ഇനി എന്തൊക്കെ വേണം? നമ്മൾ ആരാണോ ഈ കത്ത് എഴുതുന്നത് നമ്മുടെ പേര് വേണം. നമ്മൾ ആർക്കാണോ കത്ത് എഴുതുന്നത് അവരുടെ പേര് വേണം അല്ലേ? എന്നിട്ട് നമ്മളെ സുഹൃത്തുക്കൾക്കാണെങ്കിൽ പ്രിയപ്പെട്ട അഭിഷേകിന് ഇതിൽ കൊടുത്ത പോലെ എഴുതുക അല്ലേ? എന്നിട്ട് അവസാനം നമ്മൾ സ്നേഹത്തോടെ അമൽ എസ് അല്ലെങ്കിൽ നമ്മളെ പേര് എഴുതിയിട്ട് കത്ത് നിർത്തുക. കത്ത് തയ്യാറാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഇതാണ് ഒരു മോഡൽ, അത് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ. പ്രവർത്തനം 6 നോക്കുക. കുറിപ്പ് തയ്യാറാക്കാനാണ്. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. വള്ളത്തോളിൻ്റെ വരികളാണ് കേട്ടോ. സ്വർണം കൊണ്ടുള്ള കൂടാണെങ്കിലും അതിനുള്ളിൽ അടച്ചിട്ടിരിക്കുന്ന കിളിയുടെ അവസ്ഥ ദയനീയമാണ്. സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ അഭിമാനമുള്ള ആരും ആഗ്രഹിക്കുന്നില്ല. കൂട്ടിലടയ്ക്കപ്പെട്ടിരിക്കുന്ന കിളിയുടെ മനോവിചാരങ്ങൾ എന്തൊക്കെയാവാം? സങ്കല്പിച്ച് നോക്കൂ. ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് പക്ഷേ ഇത് തന്നെ വരണം എന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റ് 2 വരികളായിരിക്കും തരുന്നത്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറിപ്പ് തയ്യാറാക്കണം അല്ലേ? അപ്പോൾ ആരാണ് എഴുതിയതെന്നൊക്കെ അവർ കൊടുത്തിട്ടുണ്ടാകും. അതൊക്കെ നമുക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ്. പിന്നീട് അതിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി അതെല്ലാം എഴുതണം. ഇവിടെ ഒരു ബി ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അതും കൂടെ നമുക്ക് നോക്കാം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഇത് ആരുടെ വാക്യമാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെയാണ് കേട്ടോ. ഇനി ഒരു ആസ്വാദനക്കുറിപ്പ് ഉണ്ടാകും. അത് നമുക്കറിയാം. അതിനാദ്യം ഹെഡിങ് വേണം, പിന്നെ കവിയെ പരിചയപ്പെടുത്തണം, പിന്നെ കവിത പരിചയപ്പെടുത്തണം, അതിൻ്റെ ആശയം, ഇഷ്ടപ്പെട്ട വരി അല്ലേ? അതെല്ലാം നമ്മൾ ആസ്വാദനക്കുറിപ്പിൽ എഴുതി ചേർക്കണം അല്ലേ? അപ്പോൾ ഇവിടെ വൈകി വന്ന പൂവ് എന്നൊരു കവിതയ്ക്കാണ് നമ്മളോട് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് നോക്കാം. വൈകി വന്ന പൂവിനെൻ്റെ കണ്ണുകൊണ്ടൊരുമ്മ, കണ്ണുനീരണിഞ്ഞു നിൽക്കേയുള്ളൂ ഉള്ളു ചുട്ടൊരുമ്മ, നീ എനിക്ക് സുന്ദരി അത്രമേൽ പ്രിയങ്കരി, ഉണ്ടു ദുഃഖമെങ്കിലും നിറഞ്ഞു പുഞ്ചിരിപ്പു നീ, നിൻ സുഗന്ധം ഇവിടെയൊക്കെ നീ വിതയ്ക്കുക, നിൻ വെളിച്ചമുലകിലാകെ നീ കൊടുക്കുക, നീ എനിക്ക് സുന്ദരി അത്രമേൽ പ്രിയങ്കരി. അപ്പോൾ ഇവിടെ ഒരു പൂവിനെ കുറിച്ചിട്ടാണല്ലേ ഈ കവിത പറയുന്നത്. അപ്പോൾ അതും നമ്മൾ ചേർക്കണം അല്ലേ? ഇതിൻ്റെ കവിതയുടെ ആശയം എന്താണെന്നും കൂട്ടി ചേർക്കണം. ഓക്കെ. അടുത്ത പ്രവർത്തനം 6 നോക്കാം. കഥ പൂർത്തിയാക്കാനാണ്. നിങ്ങൾക്ക് ഇതുപോലൊരു കഥയുടെ ഭാഗം തന്നിട്ട് നിങ്ങളോട് പൂർത്തിയാക്കാൻ പറയും. എന്നിട്ട് കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളൊരു ഹെഡിങ് കൊടുക്കാനും പറയും കേട്ടോ. പിന്നീട് നിങ്ങൾ നടത്തിയൊരു യാത്രയെക്കുറിച്ചൊരു അനുഭവം തയ്യാറാക്കാൻ വേണ്ടി പറയും. ഒരു യാത്രാനുഭവം. പിന്നെ നിങ്ങളുടെ ഒരു ഓണം ഓർമ്മ പങ്കുവയ്ക്കാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ വരുമായിരിക്കും. പിന്നെ ഉപന്യാസമൊക്കെ മറക്കരുത്. അതൊക്കെ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു പോകണം. ഓൾ ദി വെരി ബെസ്റ്റ്.